ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഒരു അവാർഡ് കിട്ടും, ശരിയല്ലേ? തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ അവാർഡ്. എങ്ങനെയുണ്ട്? പണ്ടൊക്കെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏതെങ്കിലും MLA ആയിട്ടൊക്കെ മത്സരിച്ച് MLA ആവാൻ മത്സരിച്ച് തോറ്റാല് രാജ്യസഭാ സീറ്റ് കൊടുക്കാറുണ്ട്. അത് പിന്നാലെ വരുന്നോണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. വായിൽ കല്ലച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസുമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രത്യേകത. അപ്പോൾ എന്തായാലും വലിയ വലിയ അവാർഡുകളൊക്കെയാണ് തേടിയെത്തുന്നത്. എന്തായാലും ഈ അവാർഡിൻ്റെ മഹിമയിലും അതിൻ്റെ വലിപ്പത്തിലും ഒന്നും ആളാവുന്നില്ല. എനിക്ക് അവാർഡൊന്നും വേണ്ട, ഇത് വാങ്ങുന്നില്ല എന്നുള്ള നിലപാടാണ്. എന്തായാലും പഴയ തൃപ്പൂണിത്തുറ അംഗം, നിലമ്പൂരിലെ തോറ്റ സ്ഥാനാർത്ഥി, തോറ്റ MLA എന്നാണ് പറയുന്നത്, തിരുത്തി തോറ്റ സ്ഥാനാർത്ഥി എന്നും പറയും. എന്നാലും ഇവിടെ തോറ്റ MLA ആയിരുന്നല്ലോ മുമ്പ്. വലിയ അവാർഡ് കിട്ടിയ ആദരവാണല്ലോ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണാം? അല്ല, അതിപ്പോൾ നമ്മളില്ല കൊച്ചുനാളിലെ കുട്ടികൾ ഈ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയുമ്പോൾ എനിക്ക് ചോറ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് കരയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അതാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം എനിക്ക് അവാർഡ് വേണ്ട, മറ്റേ വല്ലവനും പോയി കൊണ്ടുവന്ന് കൊടുക്ക് എന്ന രീതിയിലാണ് പറയുന്നത്. അത് മരുമോനെ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഏതായാലും ഈ അവാർഡ് ഈ സമയത്ത് നിരസിച്ചതും സ്വരാജിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ കമ്മികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ ശ്രീ സ്വരാജ്. ഈ അവാർഡിൻ്റെ പേരിൽ പലരും സ്വരാജിന് നേരെ ഓൺലൈൻ ആക്രമണം അഴിച്ചുവിടുമ്പോഴും അനേകായിരം മനുഷ്യർക്ക് പ്രചോദനമേകാൻ സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ചില്ലറ കാര്യമല്ല. ഒരൊറ്റ കാര്യം മതി മറ്റ് അവാർഡുകളുടെ മുകളിൽ ഈ ഒരു അവാർഡിനെ കാണാൻ. എഴുതാനുള്ള കഴിവ് പൂർണ്ണമായും ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. നിങ്ങളുടെ ജീനുകളിൽ അതില്ല എങ്കിൽ സാധിക്കില്ല. എന്ന് വെച്ചാൽ അവാർഡുകൾ ജന്മാർജിതമായ ഒന്നാണ്. ഈ ഒരു വിശ്വാസമാണിന്ന് സ്വരാജ് തകർത്തെറിഞ്ഞത്. എഴുതാനുള്ള കഴിവില്ല എന്നും പൊതുവിജ്ഞാനവും ബോധവും ഒന്നും ഇല്ല എന്നും അതുകൊണ്ട് സാഹിത്യ അവാർഡുകൾ കിട്ടില്ല എന്ന് കരുതി ഇനി ഒരു കുട്ടിക്കും നിരാശനാവേണ്ടി വരില്ല. ആർക്കും ഇത് സാധ്യമാണെന്ന് സ്വരാജ് കാണിച്ചു തരുന്നു. ലോകം നിങ്ങളെ പരിമിത പ്രജ്ഞർ എന്ന് വിളിച്ചേക്കാം, പക്ഷേ അസാധ്യമായി ഒന്നുമില്ല. ഇനി ഒരു വലിയ പരാജയത്തിലും വിജയം കണ്ടെത്തുന്ന ഈ അസാമാന്യ കരുത്ത്, അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം വലുതായിരിക്കും. ഇലക്ഷനിൽ തോൽക്കട്ടെ, അതിനെന്താണ്, എനിക്കൊരു അവാർഡ് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തിപ്പിക്കാൻ സ്വരാജിനാവില്ലേ? ഈ ഒരു മാതൃക ഈ അടുത്ത ഇടെ ആസിഫ് മുനീറും കാണിച്ചിരുന്നു. തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോൾ പോലും പതറാതെ പുതിയ ചുമതല ഏറ്റെടുക്കുക. ആസിഫ് മുനീർ, അതെ, ആസിഫ് മുനീറിനെ പോലെയും സ്വരാജിനെ പോലെയും രാഹുൽ ഗാന്ധിയെ പോലെയും പരാജയത്തിലും വിജയം കണ്ടെത്തുന്ന മനുഷ്യരാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ എഴുത്തേക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരിക്കൽ ഫിദൽ ചെഗുവേരയോട് ചോദിച്ചു, നമ്മൾ എറണാകുളത്ത് തോറ്റുപോയാൽ എന്ത് ചെയ്യും? ചെഗുവേര പറഞ്ഞു, കോടതിയിൽ പോരാട്ടം തുടരും. അപ്പോൾ ഫിദൽ, അവിടെയും തോറ്റാലോ? അപ്പോൾ ചെഗുവേര, മലപ്പുറത്ത് പോരാട്ടം തുടരും. അപ്പോൾ ഫിദൽ, അവിടെയും തോറ്റാലോ? അപ്പോൾ ചെഗുവേര, അപ്പോൾ ഒരു അക്കാദമി അവാർഡ് അങ്ങെടുത്ത് തരും, അടങ്ങടേ. എന്നിട്ട് അതില്ല, അതിനടിയിൽ ഹാഷ്ടാഗ് ഇട്ട് കൊടുത്തിരിക്കുന്നതായി. പണിക്കരുടെ കോമഡി അസാധ്യ. ഫിഡലാണല്ലോ പറയുന്നത്, വിടൽ എന്നാണ് ഹാഷ്ടാഗ് ഇട്ട് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ അടുത്തൊന്നുകൂടെ ഉണ്ട്. പൂക്കളുടെ പുസ്തകം എന്ന ആധികാരിക ഗ്രന്ഥത്തിലൂടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ സഖാവ് സ്വരാജിന് അഭിനന്ദനത്തിന്റെ ഒരു ലോഡ് പൂമരങ്ങൾ. ഒപ്പം മാളവികാഗ്നിമിത്രം എന്ന കാളിദാസ നാടകത്തിൽ നായികയുടെ പാദസ്പർശമേറ്റാൽ പൂക്കാത്ത അശോകവും പൂക്കുമെന്ന് വിവരിക്കുന്ന ഭാഗത്തെ പൂക്കളുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ശേഷം പ്രസ്തുത വരികളായി എടുത്തു ചേർത്ത സംസ്കൃത ശ്ലോകത്തിൽ ശ്ലോകങ്ങൾ ആ നാടകത്തിലേത് ആയിരുന്നില്ലെന്നും ആയുർവേദ വിധിപ്രകാരം കൃമിശല്യത്തിനുള്ള മരുന്ന് തയ്യാറാക്കുന്നതിനുള്ള ഏതോ കുറിപ്പടിയായിരുന്നെന്നും മനസ്സിലാകാതെ പോയ അവാർഡ് കമ്മിറ്റിയിലെ പണ്ഡിതരായ അംഗങ്ങൾക്ക് അഭിനന്ദനത്തിന്റെ 2 ലോഡ് പൂമരങ്ങൾ എക്സ്ട്രാ എന്ന് പറഞ്ഞാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. അതെ അതെ അതെ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വരാജിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. അത് പിണറായിയുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. കാരണം ഇതിനു മുമ്പ് KK ശൈലജയൊക്കെ ഏത് തരത്തിലാണോ ഒതുക്കിയത് അതേ രീതിയിൽ ഒതുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് പിണറായിക്ക് അക്കാര്യത്തിലൊക്കെ വലിയ ഒരു ദീർഘവീക്ഷണമുണ്ട്. കാരണം പാർട്ടി തോറ്റാലും തൻ്റെ മകളും മരുമകനും ഒക്കെ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കരുതൽ, അത് അദ്ദേഹത്തെ സമ്മതിച്ചേ പറ്റൂ. കാരണം ഒരാൾക്ക് പോലും അത് ഒരുപക്ഷെ കരുണാകരൻ മക്കൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ ബലിയാടാക്കിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. മക്കളെ ഉയർത്താൻ കൊണ്ടുവരും, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ ക്യൂബ മുകുന്ദനെയൊക്കെ പോലെ ഈ ബാത്റൂമിനകത്ത് കയറി ബക്കറ്റ് പൊട്ടിക്കുക എന്നതിനപ്പുറം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് വന്ന് ചിരിച്ചുകൊണ്ടേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാം. ഇപ്പം ഈ അടുത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന അദ്ദേഹം എന്തോ ഒക്കെ പറഞ്ഞല്ലോ, അത് വലിയ വിഷയമായിട്ടുണ്ട്. പി എസ് പ്രശാന്ത് അല്ല, അത് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അതിന് മുമ്പുണ്ടായിരുന്ന പത്മകുമാർ എന്തോ ഇതിനകത്ത്, അതെ അതെ, അദ്ദേഹം എന്തോ പറഞ്ഞു.
അപ്പോൾ അദ്ദേഹത്തിന് ഇനി പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CPM-ന്റെ ഒരു ശൈലിയാണ്. CPM-ന് അകത്തൊരു എതിർ ശബ്ദം ഉണ്ടായാൽ ഇവര് അസഹിഷ്ണുതയില്ലാത്ത ലോകം എന്നൊക്കെ പറയുമെങ്കിലും ഇവർ എന്താ പറയുന്നത്, ഇവർക്ക് തീരെ അസഹിഷ്ണുതയില്ല. അസഹിഷ്ണുത എന്ന വാക്ക് തന്നെ ഈ പറയുന്ന വാക്കുണ്ടായത് തന്നെ സോവിയറ്റ് കാലത്തെ കമ്മ്യൂണിസ്റ്റുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇവരാണ് അസഹിഷ്ണുത ഏറ്റവും അധികം പുലർത്തിയിരുന്നത് ലോകത്തെ പറ്റി. കമ്മ്യൂണിസ്റ്റുകളുടെ പ്രത്യേകത ഇതാ, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റിനോട് സംസാരിക്കുക, ശരിക്കും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അയാൾ, നിങ്ങൾ ഒരു എതിർ രാഷ്ട്രീയമുള്ള ആളാണെങ്കിൽ നിങ്ങളോട് ഏറ്റവും ശത്രുതയോടുകൂടി അയാൾ പെരുമാറുന്നു. വേറെ ഒരു വിരോധവും വേണ്ട. ഒരു തരത്തിലുള്ള വ്യക്തിപരമായ അറിവോ നിങ്ങളെപ്പറ്റി കാര്യങ്ങൾ അറിയോ, നിങ്ങൾ വ്യക്തി എന്താണെന്ന് അറിയാനോ ഒന്നും വേണ്ട. നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റായ ആളിന് അതിഭയങ്കരമായ ദേഷ്യം വരും. അയാൾ എന്തും ചെയ്യാൻ നിൽക്കും. ഒരുമാതിരി ഈ ഇസ്ലാമിസ്റ്റുകളെയൊക്കെ പോലെയില്ലേ, അതുപോലത്തെ ഒരു തീവ്രവാദികൾക്കൊക്കെ ഈ താലിബാനിസം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, താലിബാനി, അൽ ഖ്വയ്ദ പോലുള്ള അതേ സ്വഭാവമാണ് ഇവർക്കും. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന അവരുടെ ശത്രുവാണ്, നിങ്ങൾ കൊല്ലപ്പെടേണ്ടവനാണ്, നിങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടവനാണ്, നിങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവനാണ്. അങ്ങനെ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അവരുമായിട്ടുള്ള ഒരു ആശയ വ്യത്യാസം, നിങ്ങൾ പറയുന്ന മറ്റൊരു ആശയം, അവർ പറയുന്ന വേറൊരു ആശയം, ഇത് വന്നു കഴിഞ്ഞാൽ തീർന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റുകൾ എന്തും ചെയ്യും, അവർക്ക് ഈ പറയുന്ന ബന്ധങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇടയ്ക്കൊരു കഥ വായിച്ചതാണ്, എനിക്ക് എത്രത്തോളം ശരിയാണെന്നറിയില്ല, ചെഗുവേരയെ പറ്റിയിട്ടാണ്. ചെഗുവേര ഒരിക്കൽ ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന, ഈ കഥ ശരിക്കുള്ളതാണോ എന്നറിയില്ല, എന്നാലും ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ചെഗുവേര പറയുന്നു, സുഹൃത്തിനെ സംശയിക്കുന്നു, കൂടെയുള്ള ആൾ ഒറ്റുകാരനാണോ, മുതലാളിത്തത്തിന്റെ ശത്രുവാകും, കൂടെ നിൽക്കുന്ന ആളാണോ എന്ന് സംശയമുണ്ട് എന്ന് ചെഗുവേര പറയുന്നു. എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എഴുതിയത്രേ, ഞാൻ ആ സംശയം ഒരു ബുള്ളറ്റിൽ തീർത്തുന്നു. കിങ് ജോങ്ങിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ചെഗുവേരയെ പറ്റിയുള്ള കഥയാണ്, ശരിക്കും ഉള്ളതാവാനാണ് സാധ്യത. ചെഗുവേരയുടെ ഒക്കെ സ്വഭാവം അതാണല്ലോ. ചെഗുവേര ലെനിനൊക്കെ കൂടെ നിൽക്കുന്നവരൊക്കെ കുന്നുകളയും, കൂടെ ഇത്ര ദിവസം തോളി കയറ്റിടൊക്കെ പെട്ടെന്ന് സംശയം, ഇവൻ ഈ ശത്രുവാണോ എന്ന് സംശയം തോന്നിയ കൊന്നുകളയും. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു രീതിയാണ്, അവരുടെ സ്വഭാവമാണ്, അവരുടെ തത്വശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. വളരെ സങ്കുചിതമായ ഇടുങ്ങിയ ഒരു എന്താ പറയുക, ഒരു ഇരുമ്പ് കുടമുണ്ടല്ലോ, അതുപോലത്തെ മാനസികാവസ്ഥയുള്ളവരാ. വലിയ വാവട്ടം കുറഞ്ഞ ഇരുമ്പ് കുടം പോലെയാ. അവർക്ക് അതിൽ നിന്ന് വെളിയിലേക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഭയന്ന് ഇല്ലാതായി പോകും എന്നുള്ളതാണ്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാത്തിനെയും നശിപ്പിക്കാനും മറ്റുള്ളവർ എതിർ സ്വരങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അതിനോടെല്ലാം ഒരു വൈരാഗ്യം പുലർത്താനും ഒരു പ്രത്യേകത ഉണ്ട്. കേൾക്കാനും തയ്യാറാവില്ല. നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കരമായിട്ട് ഈ ന്യായീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ മറ്റുള്ളവർ കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അസഹിഷ്ണുത പുലർത്തും, പിന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കും, വാർത്ത വായനക്കാരനെ അധിക്ഷേപിക്കും, ആ ചാനലിനെ അധിക്ഷേപിക്കും. അപ്പോഴത്തെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് പോകും. അത്തരത്തിൽ ഇവർക്ക് ഒരു പ്രത്യേകതരം കഴിവുണ്ട്. തീരെ പക്വതയില്ലായ്മയാണ് കമ്മ്യൂണിസ്റ്റ്. അതായത് ശങ്കരാടി ആ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് കറക്റ്റാണ്. നമുക്ക് എതിർ പാർട്ടിയിലുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ ഉയർന്നു വരുന്നുണ്ട്, അവനെ വല്ല പെണ്ണ് കേസിലോ മറ്റോ കുടുക്കി സമൂഹത്തിന് മുന്നിൽ നാറ്റിച്ചാൽ ആ ശല്യം ഒഴിഞ്ഞു കിട്ടും. ഗർഭകേസിലോ. അതെ. അപ്പോൾ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ പറഞ്ഞതുപോലെ അസഹിഷ്ണുത ഭയങ്കരമാണ്. അതുമാത്രമല്ല, ഇപ്പം വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്ക് വന്നാൽ ഇവർ അടുത്ത കാലത്തൊന്നും അയാൾ അംഗീകരിക്കത്തില്ല, ഒരു കാലത്തും അംഗീകരിക്കത്തില്ല. അതേസമയം തിരിച്ച് മറ്റിപ്പം കോൺഗ്രസ്സിലൊക്കെ ആണെങ്കിൽ അവർ അംഗീകരിക്കും, BJP-യിലാണെങ്കിലും CPM-ൽ നിന്ന് വരുന്നവരൊക്കെ BJP നന്നായിട്ട് അംഗീകരിക്കും. പക്ഷേ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കും, BJP-യിൽ നിന്ന് കാണാൻ ആരെങ്കിലും CPM വന്ന അവൻ്റെ കാര്യം പോക്കാം. അതെ, അവരൊരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് മാത്രവുമല്ല, ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുധീഷ് വിന്നി എന്ന് പറയുന്ന ഒരാൾ വന്നല്ലോ, ഈ RSSന്റെ ശാഖ പോലും കണ്ടിട്ടില്ലാത്ത ആളാണ്, ശാഖയിലേക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത്. ഇയാൾ വന്നിട്ട് എന്തായി? CPM-ൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അതാണ് CPM-ൽ വന്നാലുള്ള അവസ്ഥ. ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥ ഇതാണ്. എന്തായാലും M സ്വരാജ് എന്ന് പറയുന്ന നേതാവ് ഈ ഒഴിവാക്കുക എന്ന് പറയുന്ന പിണറായിയുടെ ഒരു നയമുണ്ട്. ആ ഒഴിവാക്കുക, തോറ്റ് കഴിഞ്ഞാൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ രാജ്യസഭാ സ്ഥാനം കൊടുത്ത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പീക്കർ സ്ഥാനമൊക്കെ കൊടുത്ത് അങ്ങ് ഒതുക്കും. ഇനിയിപ്പോൾ തൻ്റെ മരുമോന് ഭീഷണിയായിട്ട് ഒരുത്തനും വേണ്ട എന്നുള്ളൊരു നിലപാടുണ്ട്. പക്ഷേ അത് CPM-ന് എത്ര കാലം ആശാസ്യമായിരിക്കും എന്നുള്ളത് കൂടി കണക്കാക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ പൊട്ടിത്തെറികൾ തുടങ്ങിയിരിക്കുന്നു. വലിയ ക്ഷീണം CPM-ന് ഉണ്ടാകാൻ പോകുന്നു. ഈ അധികാരം ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് അധികം വൈകാതെ എത്തും. അതോടുകൂടി തന്നെ പിണറായി കാലം കഴിയുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അങ്ങനെ വരുമ്പോൾ എന്താവും CPM-ന്റെ ഗതി എന്നുള്ളതും ഏറെ അനിശ്ചിതത്വത്തിലേക്ക് കടക്കുന്ന കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.